കഴിഞ്ഞ എൻ്റെ വ്ളോഗിൻ്റെ അകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാനൊരു പാക്കറ്റ് റെഡ് ബുള്ള് മേടിച്ചു. മൈ ഫേവറേറ്റ് റെഡ് ബുൾ. അതിൻ്റെ അകത്ത് ഞാൻ എവിടെയോ പറയുന്നുണ്ട് എനിക്ക് 32ാമത്തെ വയസ്സിൽ എന്തോ എക്സ്പയർ ആവണമെന്ന്. അപ്പോൾ ആ വീഡിയോയുടെ താഴെ ഒരാൾ വന്ന് കമൻറ്റ് ചെയ്തു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ 30 വയസ്സിൽ നിങ്ങൾ മൊത്തത്തിലേ അങ്ങ് റിട്ടയർ ആവുമെന്ന്. സോറി ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് 32ാമത്തെ വയസ്സിൽ എനിക്ക് റിട്ടയർ ആവണമെന്ന്. അപ്പോൾ അതിൻ്റെ താഴെ ഇയാൾ വന്ന് കമൻറ്റ് ചെയ്തു 30ാമത്തെ വയസ്സിൽ ഞാൻ എക്സ്പയർ ആവുമെന്ന്. ജീസസ്. ആ വ്ളോഗൊക്കെ കഴിഞ്ഞു, ഞാൻ 2-3 ദിവസമായി. ആ വ്ളോഗിനകത്ത് അങ്ങനത്തെ ഒരു കമൻറ്റ് ഇട്ടതിന് ശേഷം എനിക്ക് റെഡ് ബുൾ കുടിക്കാൻ ഭയങ്കര പേടിയും എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട്. അപ്പോൾ ഒരാൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു, ബ്രോ ഒരു സ്ക്രീൻഷോട്ട്, എൻ്റെ ആ വീഡിയോ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ റെഡ് ബുള്ളിന് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടുണ്ട്, ബ്രോ ഇത് നിർത്തണം ബ്രോ, പണ്ട് ബ്രോയ്ക്ക് കോഫി ആയിരുന്നു അഡിക്ഷൻ, ഇന്ന് റെഡ് ബുള്ളാണ് അഡിക്ഷൻ, നാളെ എന്ത് അഡിക്ഷൻ ആവുമെന്ന് എനിക്ക് പറയാൻ പറ്റൂല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഭയങ്കര കൺസേൺ. ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരണം എന്ന് തോന്നണില്ലേ? ഞാൻ പറഞ്ഞു യെസ്, എനിക്ക് നിർത്തണം. അപ്പോൾ പുള്ളി എന്താ ഇമെയിൽ ഐ ഡി അയക്കാൻ പറയാം. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇമെയിൽ ഐ ഡി എന്തിനാ? അപ്പോൾ ഞാൻ ഇമെയിൽ ഐ ഡി കൊടുത്തു. ഇമെയിൽ ഐ ഡി കൊടുത്തപ്പോൾ ഉണ്ടല്ലോ ഇവൻ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ അയച്ചേക്കുക. എഗ്രിമെൻറ്റിൻ്റെ അകത്ത് ഇത്രയേ ഉള്ളത്, അവനെന്തോ ഒരു ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുണ്ട്. ആ ഇവൻറ്റ് മാനേജ്മെൻറ്റ് കമ്പനിയുടെ സീലും ഡീറ്റെയിൽസ് ഉള്ളൊരു പേപ്പറാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, ഐ ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് ഞാൻ ഇനി മുതൽ റെഡ് ബുള്ള് കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കണ്ടവന് പറഞ്ഞ് ഇതെന്തിനാണ് ഞാൻ സൈൻ ചെയ്യണത്? പറഞ്ഞു ബ്രോയെ തന്നെ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് സംഭവത്തിനകത്ത് ഇട്ടാലേ ബ്രോയ്ക്ക് നിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് പെട്ടെന്ന് അങ്ങനെ നിർത്താൻ പറ്റൂല, അതെന്തായാലും എനിക്ക് സാവധാനം, എനിക്കൊരു ഒരു ഓഫ് ഡേ വേണം, ഏതെങ്കിലും ഒരു ദിവസം എനിക്കത് കുടിക്കണം, അങ്ങനെയൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു ഓക്കെ, ആഴ്ചയിൽ ഒരു 2 ദിവസം എടുത്തോ, ആ 2 ദിവസത്തിൽ കുടിക്കാം, ബാക്കിയുള്ള ദിവസങ്ങളൊന്നും കുടിക്കാൻ പാടില്ല എന്നുള്ളൊരു ഡിക്ലറേഷൻ വെച്ചു. എനിക്ക് അത് നിർത്തണമെന്ന് കുറച്ച് നാളായിട്ട് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ അഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ഈ ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് ഇത്രയും സിൻസിയർ ആയിട്ടുള്ള കുറേ സബ്സ്ക്രൈബേഴ്സിന് എനിക്ക് കിട്ടുന്നത് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ ഉദ്ദേശം എന്താണെന്നറിയാമോ? ഇന്നാണ് 2 ദിവസം ബാപ്പ റെഡ് ബുള്ള് മേടിച്ചിട്ട് പറയാൻ വയ്യ. ഭയങ്കര വെയില്, ഭയങ്കര ചൂട്, തുണി ഇല്ലാതെ നടക്കണം, അതാണ് എനിക്കിപ്പോൾ തോന്നണത്. സോ ഗോട്ട് മൈ റെഡ് ബുൾ. ഇന്നത്തെ ദിവസം ഞാൻ കഴിഞ്ഞ 2 ദിവസം ഭയങ്കര മടിയെന്നല്ല, ഭയങ്കര സ്ലോ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ സ്ലോ ആയിരുന്നു. ഞാൻ ഇങ്ങനെ ഒരു ഡെയിലി വ്ളോഗ് സീരീസ് പോലത്തെ ഒരു സാധനം ഉണ്ടാക്കാൻ പോയതിന് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം എന്നുള്ള രീതിക്ക് ഞാൻ ഈ ഡെയിലി വ്ളോഗ് പോലത്തെ ഈ പരിപാടി തുടങ്ങാമെന്ന് പ്ലാൻ ചെയ്തതിൻ്റെ കാരണം തന്നെ എനിക്കിങ്ങനെ കുറേ എൻ്റെ മനസ്സിലുള്ള ഇങ്ങനെ കുറേ തോട്ട്സ് നിങ്ങളുമായിട്ടും ഇങ്ങനെ ഷെയർ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. ഒന്നാമത്തത്, ഞാൻ എൻ്റെ ഒരു ക്യാരക്ടർ അസസ്മെൻറ്റ് നടത്തിയപ്പോൾ ഒരു സെറ്റ് ഓഫ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ടല്ലോ, നമ്മുടെ ക്യാരക്ടർ ഈ ക്യാരക്ടറിൻ്റെ അകത്താണ് വരുന്നത്, ഇതിനകത്തൊന്നും എൻ്റെ ക്യാരക്ടർ വരുന്നില്ല. ഞാൻ ഭയങ്കര ഓഡായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ ഡേറ്റ ഞാൻ ഈ കണ്ടുപിടിച്ചിട്ടുള്ള 1 മാസത്തെ മൊത്തത്തിലുള്ള എൻ്റെ ക്യാരക്ടർ ചേഞ്ചസും എൻ്റെ മൂഡ് സ്വിങ്സും ഞാൻ എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്നെ എന്തൊക്കെ ഇൻസെക്യൂർ ആക്കുന്നുണ്ട്, എന്നെ എന്തൊക്കെ ഇൻസെക്യൂർ ആക്കുന്നില്ല, ഞാൻ എന്തിലൊക്കെയാണ് ബ്രില്യൻ, ഞാൻ എന്തിലൊക്കെയാണ് മോശം, ഈ ഡേറ്റ മൊത്തം ഞാൻ ചാറ്റ് ജി പി ടി എടുത്ത് കൊടുത്തപ്പോൾ ചാറ്റ് ജി പി ടി പറഞ്ഞു തന്ന ഒരു സെറ്റ് ഓഫ് ഫീഡ്ബാക്കുകളുണ്ട്. എൻ്റെ ലൈഫിൽ ഭയങ്കര ടേണിംഗ് പോയിൻ്റ് ആയിട്ടുള്ള കുറേ ഫീഡ്ബാക്കുകളാണെന്ന് തോന്നിയിട്ടുണ്ട്. അതായത് ഞാൻ ഇനി അങ്ങോട്ട് എൻ്റെ ലൈഫ് നയിക്കുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നോട്ട് ടു ഗെറ്റ് ഹേർട്ട്. അതായത് ഞാൻ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഇമോഷണലി ഹേർട്ട് ആവുന്നൊരു മനുഷ്യനാണ്. വെൻ ഇറ്റ് കംസ് ടു ബിസിനസ് ഞാൻ ഭയങ്കര റൂത്ത്ലെസ് ആയിട്ടുള്ളൊരു ബിസിനസ്മാനുമാണ്. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് എൻ്റെ വാല്യൂവിനെ, അല്ലെങ്കിൽ എൻ്റെ ഡിസയർ, അല്ലെങ്കിൽ എൻ്റെ വാല്യൂ, എൻ്റെ ഇൻഫോർമേഷൻ, എൻ്റെ എക്സ്പീരിയൻസ്, എൻ്റെ സ്കില്ലിനെ ഡീവാലുവേഷൻ ചെയ്യാൻ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഞാൻ അവരുമായിട്ട് ബിസിനസ് ചെയ്യില്ല. അത് ഭയങ്കര റൂത്ത്ലെസ് ആയിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങൾക്ക് ബിസിനസ്സിൽ ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഫാസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ആറ്റിറ്റ്യൂഡ് മാറ്റിപ്പിടിച്ചാലേ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റിയിൽ നടക്കുള്ളൂ. പക്ഷേ ഞാൻ കാനഡയിലേക്ക് മൂവ് ചെയ്തതിന് ശേഷം ആ റൂത്ത്ലെസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. ഞാൻ നിങ്ങളെ മെൻറ്റർ ചെയ്യാൻ, അതായത് ഞാൻ നിങ്ങളുടെ ബിസിനസ്സിനെ 6 മാസത്തെ ഒരു കോഴ്സിൽ ഞാൻ സെറ്റപ്പ് ആക്കി തരാനായിട്ട്, അതായത് സെയിൽസൊക്കെ കൊണ്ടുവന്ന് മാർക്കറ്റ് ചെയ്ത് തരാനായിട്ട്, അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്ത് തരാനായിട്ട്
ഞാനിപ്പോൾ 1 ലക്ഷം കോട്ട് ചെയ്തെന്ന് വെച്ചോ, ബ്രോ എനിക്കൊരു 50,000 ചെയ്യാൻ പറ്റുന്നതല്ലേ ഉള്ളൂ, നിങ്ങൾ ഇതിനകത്ത് എന്താ ചെയ്യുന്നത്, നമ്മൾ കോണ്ടൻ്റ് ഒന്നും ചെയ്യുന്നില്ലല്ലോ നിങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ബിസിനസ് ചെയ്യൂല. 5,000 രൂപ അയാൾ അതിനകത്ത് ഡിസ്കൗണ്ട് പറഞ്ഞാലും ഞാൻ പറയുന്നത് ഇതാണ് പ്രൈസ്, ഇഫ് യു വോണ്ട് ടേക്ക് ഇറ്റ് ഓർ ലീവ്. അത് റെസ്പെക്റ്റ്ഫുള്ളി പറയും കേട്ടോ, ഇപ്പം ഞാൻ പറഞ്ഞതുപോലെയല്ല. പക്ഷേ ഇതാണ് എന്നെ ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ വരുന്ന സമയത്ത് എന്താ ഗുണമെന്നറിയാമോ, നമ്മൾ ഈ ഒരു പ്രൈസ് പറയുമ്പോൾ അതിനകത്ത് നെഗോഷിയേറ്റ് ചെയ്യാത്തതും അല്ലെങ്കിൽ ഈ പ്രൈസ് പറഞ്ഞു കഴിഞ്ഞാൽ അതുമായിട്ട് അലൈനായിട്ട് പോകുന്ന ബിസിനസ് ചെയ്യുന്ന ആളുകളെ നമുക്ക് ഹാൻഡിൽ ചെയ്യാനും അവരുടെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര നല്ലതാണ്. അത് മാത്രമല്ല ഇവരുടെ കൂടെ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വേറെ സെറ്റ് ഓഫ് എക്സ്പീരിയൻസസും കിട്ടും. ഇതെൻ്റെ ഒരു ബിസിനസ് സൈഡ് ക്യാരക്ടർ, എൻ്റെ ഇമോഷണൽ സൈഡ് ക്യാരക്ടർ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ChatGPT-യിലൂടെയുള്ള ഇൻഫർമേഷൻ എല്ലാം പാസ് ചെയ്ത് ഒരു വാല്യുവേഷൻ നടത്തിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ പണ്ടത്തെ പാസ്റ്റ് ട്രോമാസ്, അതായത് എൻ്റെ ലൈഫിൽ എൻ്റെ ചൈൽഡ്ഹുഡിൽ ഉണ്ടായിട്ടുള്ള ട്രോമാസ്, അതിനകത്തൊരു 3 സെഗ്മെൻ്റ് ഉണ്ട്. ഒന്ന് ഇൻസൾട്ടിങ്, എന്നെ ഇൻസൾട്ട് ചെയ്തിട്ടുള്ളതും അങ്ങനെയുള്ള, അതായത് എനിക്ക് നാണക്കേട് ഭയങ്കര വലിയൊരു പേടിയാണ്. രണ്ടാമത്തത് എൻ്റെ ദേഷ്യം, അതായത് എൻ്റെ ചൈൽഡ്ഹുഡിൽ ഞാൻ അനുഭവിച്ച ബ്രൂട്ടൽ പ്രഷറും ആളുകളുടെ അടുത്തു നിന്നുള്ള അവഗണനയാണ് എൻ്റെ ഈ ദേഷ്യമായിട്ട് ആരെങ്കിലും എന്നെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യപ്പോൾ അപ്പം തന്നെ എനിക്കത് വോക്കൽ ചെയ്ത് അത് ഭയങ്കരമായിട്ട് ഞാനങ്ങ് റേസ് ആവുന്നത്. ഈ ഭൂമിയിൽ മനുഷ്യനാൽ ചെയ്യാൻ പോസിബിളായിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനത്തോട് എനിക്ക് ഒരു അഫെക്ഷൻ, അതായത് ഓക്കെ ഈ ഒരു പേഴ്സൺ എൻ്റെ ലൈഫിൽ വേണം, ഈ ഒരാളെൻ്റെ ഗേൾ ഫ്രണ്ട് ആവണം, ഈ ഒരു സാധനം എനിക്ക് വേണം, ഈ ഒരു ലൈഫ് സ്റ്റൈൽ എനിക്ക് വേണം, ഇതെനിക്ക് വേണം, അതെനിക്ക് വേണം എന്ന് അത് ചുമ്മാ ഞാൻ വിചാരിച്ചാൽ പോരാ, എൻ്റെ ഉള്ളിൽ ബൈ ഹാർട്ട് എനിക്ക് ഭയങ്കര ഇൻറ്റൻസായിട്ട് അങ്ങനെ ഒരു അഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഞാനതെല്ലാം എനിക്ക് കിട്ടുകയും ചെയ്യും, ഞാനതെല്ലാം നേടിയെടുക്കുമെന്നാണ് പറയണേ. ഞാൻ ഈ മാനിഫെസ്റ്റേഷനിലൊന്നും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല. പക്ഷേ ഐ ഡോണ്ട് നോ, ഞാൻ ഇതാ പറഞ്ഞേ, അത് ഭയങ്കര വലിയൊരു പാരഗ്രാഫിലാണ് ഈ ChatGPT തരുന്നത്. ഇതൊക്കെ വായിച്ചിട്ട് ഞാനൊരു നട്ടും ബോൾട്ടും പോയൊരവസ്ഥയിലായിരുന്നു. എനിക്കിത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് മൊത്തം അനലൈസ് ചെയ്തതിൻ്റെ പ്രശ്നമാണോ? ഐ ഹാവ് നോ ഐഡിയ. നിങ്ങൾക്ക് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി നിങ്ങളുടെ ക്യാരക്ടർ അസസ്മെൻറ്റ് കിട്ടണമെങ്കിൽ നിങ്ങളൊരു 1 month നിങ്ങൾ നോട്ട് ചെയ്യണം. കുറച്ച് പണിയുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ജേർണൽ ചെയ്യുക. ഈ ജേർണൽ ചെയ്ത ഡേറ്റ ChatGPT എടുത്ത് കൊടുത്ത് അനലൈസ് ചെയ്യാൻ പറയാം. അപ്പം കിട്ടും നല്ല വൃത്തിക്ക്. കുറച്ച് വർക്ക് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും കൂടി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നീ ചൂടെടുക്കണമെന്ന് പറയാൻ എന്നെ വിളിച്ചേ? അതിന് ഞാനിപ്പോ എന്തോ ചെയ്യണം, ഊതി തരണോ വന്ന്? നീ വാ. അയ്യടാ ഇപ്പോഴേ ഇറങ്ങി നിൽക്കാം, പോണം. അപ്പോൾ ഇത് ഞാൻ മെൻറ്റർ ചെയ്യുന്ന നമ്മുടെ യൂട്യൂബ് മെൻറ്റർഷിപ്പിലെ ഒരു സ്റ്റുഡൻ്റ് ആണ്. പുള്ളി പറയുന്ന പരിപാടി എന്ന് വെച്ചാൽ പുള്ളിക്ക് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവൂലേ എന്നൊരു ടെൻഷൻ, ഒരു ഓഡിയോ വയ്ക്കാം. നിങ്ങളും കൂടി കേൾക്കേണ്ട കാര്യം. എടാ വീഡിയോ എടുക്കപ്പം ശരിയാവൂലേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. നമ്മളിത് ഏത് കാര്യമാണെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞ് മാത്രമേ നമുക്കതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. തുടങ്ങാതെ പെർഫെക്റ്റ് ആയിട്ട് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവൻ ഇനി ഡിഗ്രി എടുത്തവനായാലും PhD എടുത്തവനായാലും ഒരിടത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ലേണിംഗ് കർവ് ഉണ്ടാവും. നീ ഒരു വീഡിയോ എടുക്കുക, ആ വീഡിയോ നിനക്ക് കൊള്ളൂല എന്ന് തോന്നുകയാണ്, നിൻ്റെ അതിനകത്ത് സംസാരം കൊള്ളൂല, നിൻ്റെ അപ്പിയറൻസ് കൊള്ളൂല എന്നുണ്ടെങ്കിൽ നീ അതിനെ ചേഞ്ച് ചെയ്യാനുള്ള എഫേർട്ട് പേഴ്സണലി എടുക്കണം. നമ്മുടെ ആദ്യത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഷിറ്റായിരിക്കും. എൻ്റെ 2ാമത്തെ 3ാമത്തെ വീഡിയോ ഒക്കെ നീ എടുത്ത് കണ്ടു നോക്കി കഴിഞ്ഞാൽ നിനക്കറിയാൻ പറ്റും. ദ തിങ് ഈസ് യു ഹാവ് ടു ഇംപ്രൂവ് ഡേ ബൈ ഡേ. ഒരു ദിവസം നമ്മൾ വീഡിയോ എടുക്കുക, 2ാമത്തെ ദിവസം എടുക്കുന്നത് ആദ്യം എടുത്ത വീഡിയോനേക്കാളും 1% ബെറ്റർ ആയിരിക്കും. 3ാമത്തെ ദിവസം വീഡിയോ എടുക്കുക, 3ാമത്തെ ദിവസം എടുക്കുന്ന വീഡിയോ 1ാമത്തെ ദിവസത്തിൻ്റെയും 2ാമത്തെ ദിവസത്തിൻ്റെയും ഇച്ചിരിയെങ്കിലും ബെറ്റർ ആയിരിക്കും. അങ്ങനെ വീഡിയോ എടുത്ത് മാത്രമേ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ. മിററിൻ്റെ ഫ്രണ്ടിലിരുന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ സെൽഫി ക്യാമറ ഓണാക്കി വെച്ചതിന് ശേഷം ക്യാമറയിലോട്ട് നോക്കാതെ ആ സെൽഫിയിൽ നോക്കി സംസാരിക്കുക. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് അത് ചെയ്യാൻ പറ്റും. ഡോണ്ട് വെറി, നീ വീഡിയോ എടുത്താൽ മാത്രമേ ശരിയാവുള്ളൂ. ഇതിനകത്ത്
എല്ലാവരും ഭയങ്കര പാഷനേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അതെനിക്ക് ഏറ്റവും ഇഷ്ടം. ഒരാൾ പോലും പാഷനേറ്റഡ് അല്ലാതില്ല. എല്ലാവരും ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് ദം സൂപ്പർ പാഷനേറ്റഡ് ആയിട്ടുള്ള മനുഷ്യരാണ്. ചെയ്യുന്നത് മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ യൂട്യൂബ് മെൻറ്റർഷിപ്പിലുള്ള ഒരു സ്റ്റുഡൻറ്റ് ഞാൻ പറഞ്ഞു കൊടുത്തതിനനുസരിച്ച് അവൻ വ്ളോഗ് എടുത്തതിന് ശേഷം നമുക്ക് ഗൂഗിൾ ഡ്രൈവിൽ ഇട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഗൂഗിൾ ഡ്രൈവ് ലിങ്ക് നമ്മൾ എടുത്തതിന് ശേഷം എൻ്റെ ഒരു എഡിറ്റിംഗ് പാനലുണ്ട് നോഷൻ്റെ അകത്ത് പോയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യും, അവിടെ നമ്മുടെ എഡിറ്ററിനെ മെൻഷൻ ചെയ്തതിന് ശേഷം നമ്മുടെ റോ ക്ലിപ്പിൻ്റെ ലിങ്ക് ഇടും. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഫൈനൽ ഔട്ടിൻ്റെ ലിങ്ക് നമ്മുടെ എഡിറ്ററിന് ഇടാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ടെക്സ്റ്റിൻ്റെ അകത്ത് ഒരു ഫീഡ്ബാക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കൊടുക്കും. നമ്മുടെ എഡിറ്ററിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചില വീഡിയോസ് എനിക്ക് സ്പെസിഫിക് ആയിട്ട് വേണ്ട, എനിക്ക് അതിൻ്റെ എഡിറ്ററിൻ്റെ ഒരു ഫ്രീഡത്തിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഡു ആസ് പെർ യുവർ ക്രിയേറ്റിവിറ്റി എന്ന് ഞാൻ കൊടുക്കും. അപ്പോൾ നമ്മുടെ എഡിറ്ററിന് അവൻ്റേതായിട്ടുള്ള ഇമാജിനേഷനിൽ ക്രിയേറ്റിവിറ്റിയിൽ അവനിഷ്ടമുള്ള രീതിയിൽ ചെയ്യാം. എന്നിട്ട് പ്രയോറിറ്റി ഇവിടെ ഞാൻ സൂപ്പർ ഹൈ കൊടുക്കുന്നുണ്ട്. സൂപ്പർ ഹൈ കൊടുക്കുന്നതിൻ്റെ റീസൺ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഇതിൻ്റെ അകത്ത് 2 വീഡിയോ ഓൾറെഡി നമ്മുടെ എഡിറ്ററിന് പെൻഡിങ് ആണ്. അപ്പോൾ 2ഉം സൂപ്പർ ഹൈ കൊടുത്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ ഒരു ഫേവറേറ്റ് സെറ്റ് ഓഫ് ഹോബിയിലൊന്നാണ് ഈ ക്യാമ്പിംഗ് വീഡിയോസ് കാണാന്നുള്ളത്. നിങ്ങൾ കാണാറുണ്ടോ? ഔട്ട്ഡോർ ബോയ്സ് കാണുന്ന ആരെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല കേരളത്തിലൊക്കെ ഔട്ട്ഡോർ ബോയ്സ് കാണുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന്. അതാ ഇങ്ങനെ എൻ്റെ ഫീഡൊക്കെ നോക്കിയേ, ഇങ്ങനത്തെ സാധനങ്ങളാണ്. ഒന്നിൽ സ്റ്റേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോ കണ്ടോ, ഇങ്ങനെയുള്ള വീഡിയോസ്, സർവൈവൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. ഈ ഇടയ്ക്ക് ഔട്ട്ഡോർ ബോയ്സ് റിട്ടയർ ആയി. നിങ്ങൾ അറിഞ്ഞോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതായത് ഔട്ട്ഡോർ ബോയ്സ് എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്, ഭയങ്കര സൂപ്പർ ഫേമസ് ബ്ലഡി ഫേമസ്. അപ്പോൾ പുള്ളി വീഡിയോ ഇടുന്നതൊക്കെ നിർത്തി. കാരണം എന്താ വെച്ചാൽ പുള്ളിക്കാരന് ഒരു ഫാമിലി ലൈഫ് വേണം. പുള്ളിക്ക് ഫെയിം ഭയങ്കരമായിട്ട് കൂടിപ്പോയെന്നാണ് പുള്ളി പറയണേ. പുള്ളിക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അത്രേ. അപ്പോൾ പുള്ളി അത് നിർത്തി. ഓൾറൈറ്റ് ഗൈസ്, ജിം ടൈം. അപ്പോൾ ഞാൻ പോയി ജിമ്മിന് പോകാനായിട്ട് റെഡി ആവട്ടെ. ദിസ് ഇസ് മൈ ന്യൂ ജേഡ് റിംഗ്. എനിക്ക് റിംഗ് ഹോൾഡർ ഉണ്ട്, അതറിയോ? വാട്ട് യു ക്യാൻ ഡു ഇസ് ക്യാൻ ജസ്റ്റ് കീപ് യുവർ റിംഗ് റൈറ്റ് ഹിയർ. അപ്പോൾ ഞാൻ ജിമ്മിൽ പോകാൻ ഇറങ്ങട്ടെ. ജിമ്മിൽ പോയി വന്നിട്ട് ഇഷ്ടം പോലെ വർക്ക് ഉണ്ടെന്ന് വെച്ചാൽ ഇഷ്ടംമാതിരി വർക്ക് ഉണ്ട്. നമുക്ക് ക്ലയൻസിൻ്റെ എല്ലാം കുറച്ച് ഓവർവ്യൂ എടുക്കാനുണ്ട്. അവർക്ക് കുറച്ച് പേർക്ക് സ്ക്രിപ്റ്റ് കൊടുക്കാനുണ്ട്. ഇവിടെ വന്നതിന് ശേഷം ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമുണ്ട്. നമ്മൾ ജിമ്മിൽ പോകാനായിട്ടൊക്കെ ഇപ്പം ഞാൻ വിചാരിച്ചത് ഓക്കെ, ജിമ്മിൽ പോയ എൻ്റെ ആ സമയം എനിക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇരിക്കാൻ പറ്റില്ല. ജിമ്മിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഭയങ്കര ടയേർഡായിരിക്കും, എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അപ്പാരൻ്റ്ലി once I started going to the gym, then everything changed. I mean, എനിക്ക് കുറേ കാര്യങ്ങളിൽ ഞാൻ ഓവർ തിങ്ക് ചെയ്യുന്നില്ല. എൻ്റെ മൂഡൊക്കെ ഭയങ്കര നല്ലതാണ്. മൈ ഹെൽത്ത് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. സൈനസ് 1 ഇസ് ബെറ്റർ, ഫാർ ബെറ്റർ. ഐ മീൻ, പറയാതിരിക്കാൻ വയ്യ, ഫാർ ബെറ്റർ. നെവർ തോട്ട് ജിം വിൽ ഹെൽപ്പ് മീ വിത്ത് മൈ സൈനസ് തിങ്. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വരുന്നുണ്ട്. നേരെ ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക, ഐ ഹാവ് ടു കം ബാക്ക്, ദെൻ സ്റ്റേക്ക് ഉണ്ടാക്കുക, കഴിക്കുക. ഐ ഡോണ്ട് നോ, നിങ്ങൾ ചിലപ്പോൾ എൻ്റെ അടുത്ത് പറയായിരിക്കും എനിക്ക് സ്റ്റേക്ക് ഭയങ്കര ഒരു ഈസി മീലായിട്ട് ഫീൽ ചെയ്യുന്നു. ഐ മീൻ, ഒരു ദിവസം നിങ്ങൾക്കൊരു സ്റ്റേക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് കുറച്ച് വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ്സ് എ ഗുഡ് മീൽ. ചിക്കൻ പോലെ അല്ല, ചിക്കനിൽ പ്രോട്ടീൻ ഉണ്ട്, യെസ് ഐ നോ. ബട്ട് ഞാൻ കണ്ടു വളർന്ന ചാനൽ, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ചാനൽ, യൂട്യൂബ് ചാനൽ നമ്മുടെ ബൂംബാങ് ആണ്. ബൂംബാങ്ങിൻ്റെ എല്ലാ സൈഡ് ഓഫ് ഐഡിയോളജിയുടെ ഇൻസ്പിറേഷനും എന്നിലുണ്ടാവും. എന്തും കഴിക്കാം, നമ്മൾ പ്രോപ്പറായിട്ട് വർക്കൗട്ട് ചെയ്താൽ മതി. എനിക്ക് നല്ല വയറുണ്ട് കേട്ടോ. ഈ വയറൊക്കെ ഇനി കുറയ്ക്കാൻ പോവാ. ഞാൻ പിന്നെ ഡോക്യുമെൻ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആരും കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്കങ്ങ് വീഡിയോ ഇട്ടാൽ മതി. ഇപ്പം ഞാൻ ജിമ്മിൽ പോയിട്ട് വരാം. നമ്മുടെ ജിമ്മിൽ ക്യാമറ അലൗഡ് അല്ല. എല്ലാവരും ഞാൻ ക്യാമറ കൊണ്ടുപോകാനാണ്. ഹേ ഗൈസ്, ഗോട്ട് ബാക്ക് ഫ്രം ദ ജിം. ഇനി നമുക്ക് ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം, എന്നിട്ട് ബാക്ക് ടു വർക്ക്. കുറേ വർക്ക് കിടപ്പുണ്ട്. ഇന്ത്യയിൽ രാവിലെ ആവാറായല്ലോ, അപ്പോൾ ആ സമയങ്ങളിൽ ഞാൻ കുറച്ച് തിരക്കായിരിക്കും. സ്റ്റേക്ക് കഴിച്ചു ആൻഡ്
ഇനി ഞാൻ വർക്ക് ചെയ്യാൻ പോവാണ്. ഇപ്പോൾ കുറേ ക്ലയൻസിൻ്റെ സ്ക്രിപ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതാനുള്ളത്. അവർക്കെല്ലാം ഇന്ന് കൊടുത്താൽ നാളെ ഞായറാഴ്ച ദിവസം അവരിരുന്ന് എടുത്ത് റെഡിയാക്കി എനിക്ക് തരുള്ളൂ. പിന്നെ അതുപോലെ തന്നെ 12 മണിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. അതും കൂടി കഴിഞ്ഞാൽ ഖത്തം. ദെൻ എൻ്റെ ചാനൽ നമ്മുടെ ഗാഡ്ജറ്റ്സ് മലയാളത്തിന് വേണ്ടിയിട്ടുള്ള ഒരു 3 സ്ക്രിപ്റ്റ് കൂടി എഴുതണം. അത് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ സാധനങ്ങൾ കുറച്ച് കോൺഫിഡൻഷ്യൽ ആയതുകൊണ്ട് കാണിച്ചു തരുന്നില്ല. ആൻഡ് ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കൊരു യാക്കൂട്ട് കുടിക്കാനൊരു മോഹം. ഇനി അടുത്ത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ പോകുന്നത് എനിക്കറിയാം. റെഡ് ബുള്ളിൻ്റെ അഡിക്ഷൻ കഴിഞ്ഞപ്പോൾ അടുത്ത് യാക്കൂട്ടിൻ്റെ അഡിക്ഷൻ തുടങ്ങിയത്. യാക്കൂട്ട് നമ്മൾ ഹെൽത്ത് കുറച്ചൊന്ന് ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ലൈഫ് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് റെഡ് ബുള്ള്, യാക്കൂട്ട്, ഏതെങ്കിലും ഒരു സ്റ്റേക്ക് കമ്പനി ഒക്കെ എന്നെ സ്പോൺസർ ചെയ്യണം. മെട്രോ അല്ലെങ്കിൽ വാൾമാർട്ട് ഒക്കെ എന്നെ സ്പോൺസർ ചെയ്യണം. അത്രയും മാത്രമാണ് അവർക്ക് ഞാൻ പ്രൊമോഷൻ കൊടുക്കുന്നത്.